Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Ma'am. Good morning, ma'am. മാമിനെ കാണുന്നില്ലല്ലോ. Good morning, all. എല്ലാവർക്കും കേൾക്കാലോ? Good morning. Good morning, ma'am. Good morning. Okay. Prayer ആരാണ്? Jana, ma'am. പറഞ്ഞോടാ. Good morning, ma'am. Good morning, all. I am Rashida. ചന്തമേറിയ പൂവിലും ശബളഭമാം ശലഭത്തിലും സന്തതം കരതരിയെന്നൊരു ചിത്രചാതുരികയും ഹന്തചാരു കടചമാല നീൽ നീയും Okay. സൈനിൻ ആരാണ്? സൈനിങ് ഞാനാണോ മാം? പറഞ്ഞോടാ. ഞാനൊരു കവിത പാടാം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമിന്നെൻ ജീവിതം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. താങ്ക് യു മാം. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ താങ്ക് യു മാം. നന്നായിരുന്നു അർച്ചന. താങ്ക് യു മാം. Quote of the day. തുടർച്ചയായി പറഞ്ഞോടാ. Hi, ma'am. Good morning. Good morning.
Education is not just about going to school and getting a degree. It's about widening your knowledge and observing the truth about life. Shakuntala Devi. Thank you, ma'am. താങ്ക് യു. നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? മൂവ്മെന്റ് ആണ് മാം. പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞത്? മൂവ്മെന്റിനെ കുറിച്ചുള്ള ആ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ 2-3 പേര് പറയാൻ പറ്റുന്നത് അല്ലെ? ഓക്കെ കേട്ടോ. ആരൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജ്യോതി. ഓക്കെ, ജ്യോതി പറഞ്ഞു കേട്ടോ. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് മാം. മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികൾക്ക് മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. ആക്ടിവിറ്റീസ്, അതായത് ഡാൻസ്, എന്താ പറയുക, നല്ല രീതിയിൽ ബ്രെയിൻ, ഹാൻഡ്, ഐ കോർഡിനേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂവ്മെന്റ്സ് കൂടുതലുള്ള കുട്ടികൾക്ക് ബ്രെയിനും ഹാൻഡ്, ഐ കോർഡിനേഷനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെയധികം ഇൻക്രീസ് ആവുകയും ചെയ്യും ഈ മൂവ്മെൻറ്റ് ഉള്ള കുട്ടികൾക്ക്. മൈൻഡ് ഡെവലപ്മെൻറ്റും മൂവ്മെൻറ്റും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു പെർഫോമൻസ് ആയാലും ആക്ടിവിറ്റീസ് ആയാലും അവിടെ മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. മൂവ്മെൻറ്റ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നതിലൂടെ മൂവ്മെൻറ്റ് നടക്കുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് വരെയും ജനിച്ച കുട്ടികൾക്ക് വളരുന്ന ആ ഒരു ഇതിൽ ഓരോ മൂവ്മെൻറ്റിലൂടെയാണ്. മൂവ്മെൻറ്റ് മെൻ്റൽ ഡെവലപ്മെൻറ്റും ഇവിടെ കണക്റ്റഡ് ആണ്. പുറം ലോകവുമായി വളരെ കോണ്ടാക്റ്റായി വരുമ്പോൾ എമോഷണലൊക്കെ അത് അവന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ജനിച്ച കുട്ടിക്ക് തല മുതൽ കാല് വരെ എല്ലാ ബോഡി പാർട്സും നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയാൽ മാത്രമേ കുട്ടികൾ അതായത് നടക്കുന്ന ഒരു ഇതൊക്കെ ഈ മൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ആ കുട്ടികൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരിത് പ്രോസസ്സൊക്കെ നടക്കുന്നത്. അതിന് മൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് മാസത്തിൽ അതാത് മൂവ്മെൻറ്റ് ചെയ്യണം. പക്ഷേ അത് ഒരു കുട്ടിക്ക് ടൈം വേരിയേഷൻ ഉണ്ടാകും. എല്ലാ കുട്ടികൾക്കും ഒരേ സമയത്ത് ഉണ്ടാവണം എന്നില്ല. അത് ചില കുട്ടികൾ 8 മാസത്തിൽ നടക്കും, ചില കുട്ടികൾ 9 മാസത്തിൽ നടക്കും. എന്നാലും അവിടെ ഒരു മൂവ്മെൻറ്റ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് രണ്ടും തമ്മിലുള്ള കണക്റ്റഡ് ഉള്ളത് കൊണ്ടാണ് അവിടെ ആ കുട്ടികൾ അതാത് മാസത്തിൽ അതാത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. കുട്ടി ഹാൻഡിലൂടെയാണ് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓരോ മൂവ്മെൻറ്റുമായി ഇണങ്ങിച്ചേരാൻ നമ്മുടെ കൈകളാണ് സഹായിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ ഹാൻഡ് മൂവ്മെൻറ്റിലൂടെയാണ് കുട്ടികൾ കൂടുതലായിട്ട് എന്താ പറയുക മൂവ്മെൻറ്റ് പറയുന്ന ആ ഒരു ഇത് നടക്കുന്നത് ഹാൻഡ് മൂവ്മെൻറ്റിലൂടെയാണ്. പിന്നെ മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നോർമൽ ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതായത് കുട്ടികൾ സാധാരണ ക്ലാസ്സിൽ വന്നിട്ട് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചിട്ടയോട് കൂടിയിട്ടായിരിക്കും കുട്ടികൾ. പക്ഷെ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിലാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക അവർക്കൊരു ഫ്രീഡം കൊടുത്തിട്ടും നല്ല ഒരു അവർക്ക് എന്താ പറയുക ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ കുട്ടികൾ മൈൻഡ് ഫ്രീ ആയിട്ടും നല്ല ഒരു ഇതിൽ കൂടെ ആയിരിക്കും അവരുടെ ഡെവലപ്മെൻറ്റ് അവിടെ. അപ്പോഴും ആ കുട്ടികൾക്ക് മൂവ്മെൻറ്റ് പറയണത് മെൻ്റൽ ഡെവലപ്മെൻറ്റ് പറയണത് അവിടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരിക്കും മാം. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അടുത്തത് അർച്ചന.
മാം, മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് തല മുതൽ പാദം വരെ കുട്ടികളുടെ വളർച്ചാ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങളുണ്ട്, അതിൽ തന്നെ ഒരുപാട് ചലനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻസ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഈ ഹാൻഡ് മൂവ്മെന്റ്സോ അല്ലെങ്കിൽ അവരുടെ ബോഡി പാർട്സിന്റെ മൂവ്മെന്റ്സോ അല്ലാണ്ട് മൈൻഡ് ഡെവലപ്മെന്റും കൂടി വളരെ പെട്ടെന്ന് ഇതിലൂടെ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടുന്നതിലൂടെ കുട്ടികൾ കൂടുതൽ മൂവ്മെന്റ്സ് ചെയ്യും, കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യും, അതിൽ കൂടുതൽ ഇൻവോൾവ് ആവും. അപ്പോൾ മൂവ്മെന്റ്സ് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ മൂവ്മെന്റ്സും കുട്ടികളിൽ നടക്കുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ മൈൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിൽ പോലും അത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളും കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം അവരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഇൻഡിപെൻഡന്റ് ആകും, അവർ കൂടുതൽ കോൺസെൻട്രേഷൻ നേടും, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവും. ഇതൊക്കെ നോർമലൈസേഷന് കാരണമാകും കുട്ടികളിൽ. ഈ കാര്യങ്ങളൊക്കെ അവർ ഓരോ ആക്ടിവിറ്റീസും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരതിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും, കോൺഫിഡൻസ് വരും. അതിലൂടെ ഒക്കെ അവർ നോർമലൈസേഷനിൽ എത്തും. ഇപ്പോൾ മൈൻഡ് റിസൈഡ്സ് ഇൻ എ ഹെൽത്തി ബോഡി എന്നാണ്. അതായത് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവൂ. അപ്പം ബോഡിയും മൈൻഡും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. ശരീരവും മനസ്സും ഒരുപോലെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈവൻ നമ്മുടെ നെർവ് സിസ്റ്റം പോലും കൺട്രോൾ ചെയ്യുന്നത് ഓരോ പ്രാക്ടീസിലൂടെയാണ്, ഓരോ കാര്യങ്ങളും ചെയ്യുന്ന പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ മെന്റൽ ഹെൽത്തും മൂവ്മെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഓരോ മൂവ്മെന്റ്സിനെയും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ അവർ വളർന്നു വരുമ്പോൾ കാണിക്കുന്ന ആക്ഷൻസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. പക്ഷെ അത് അവരുടേതായ രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് ആണ്. അതുപോലെ നമ്മൾ പഠിച്ചതിൽ മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമിലേഷൻ അഥവാ ചലനവും മാനസിക സ്വാംശീകരണവും എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചിൽഡ്രൻസ് ആണ് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, കുട്ടികളുടെ മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ തന്നെ നോർമലി അവര് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കും. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണം. കുട്ടികളിൽ ചലനങ്ങളിലൂടെയാണ് അവർ യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോ അണ്ടർസ്റ്റാൻഡിങ് സെൻസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സംവേദനക്ഷമതയാണെങ്കിലും മൂവ്മെന്റ്സ് ആണെങ്കിലും മനസ്സിലാക്കുന്നതിലൂടെ കുട്ടികൾ മാനസിക ശക്തി, അവരുടെ മെന്റൽ പവർ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ പറഞ്ഞിരുന്നു. അത് തമ്മിൽ കണക്റ്റഡ് ആണ്. എപ്പോഴും മൂവ്മെന്റ്സും കോൺസെൻട്രേഷനും തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കോൺസെൻട്രേഷൻ ആണ്. അവര് ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സിലും അവർ കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നമ്പർ കാർഡിന്റെ കാര്യം പറഞ്ഞു, ABCD 1 2 3 അങ്ങനെ കാർഡിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ആനിമൽസിന്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ ബേർഡ്സിന്റെയോ ഫ്ലവേഴ്സിന്റെയോ ഒക്കെ പിക്ചേഴ്സ് അതൊക്കെ കാട്ടിക്കൊടുത്തിട്ട് അവരെ കുറച്ചും കൂടി വിഷ്വലൈസ്ഡ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി അറ്റൻഷൻ അതിലേക്ക് കിട്ടും. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി അവരെ അറ്റൻഷൻ തരും. അതുപോലെ പിന്നെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചിൽഡ്രൻസ് വിൽ ബി മോർ കോൺസെൻട്രേറ്റഡ് ഇഫ് ദേ ആർ ടോട്ട് യൂസിങ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ ചെയ്ത പിങ്ക് ടവർ ആണെങ്കിലും ഫ്രെയിംസ് ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർ അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ അവർ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അങ്ങനെ ആ ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നും, ഓരോ മൊമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അവർ കൂടുതൽ മൂമെന്റ്സ് ചെയ്യും. അപ്പൊ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും. അതുപോലെ തന്നെ അവർക്ക് ചുറ്റും ഒരു ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും. അത് അവർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനൊരു അന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്യും, ഒരു വിജ്ഞാനപരമായിട്ടുള്ള അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ്സ് ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. ഇതാണ് മാം എനിക്ക് മനസ്സിലായത് അത്രയും പോർഷനിൽ നിന്ന്. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, ഷാർവിൻ. യെസ് മാം. ഓക്കെ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഹാൻഡ് മൂവ്മെന്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇപ്പോൾ അവർക്കൊന്ന് പുറത്തോട്ട് നടക്കണമെന്ന് തോന്നിയാൽ കുട്ടികൾക്ക് അതിനുള്ള ഫ്രീഡവും കൊടുക്കുന്നുണ്ട്.
ചുറ്റുമുള്ള കാര്യങ്ങൾ സെൻസ് ഉപയോഗിച്ച് ടച്ച് ചെയ്യാനും കാണാനും ഒബ്സർവ് ചെയ്യാനും സാധിക്കുന്നു. ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ഇപ്പോൾ ഡെസ്കിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഫ്രീഡം പോലും നൽകുന്നില്ല. മൂവ്മെന്റ് കണക്റ്റഡ് വിത്ത് ഡെവലപ്മെന്റ്. മൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ഡെവലപ്പ് ഉണ്ടാവില്ല. മോണ്ടിസോറി അലൗ ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോൾ ബെഞ്ചിലിരിക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്കൊരു ഡിപ്രഷൻ ഉണ്ടാകുന്നു, വേറെ ഒന്നും ചെയ്യാത്തത് കൊണ്ട്. സ്പിരിച്വൽ എനർജി ഇൻഫ്ലുവൻസ് ആക്ഷൻസിലൂടെയാണ് ചെയ്യുന്നത്. ചൈൽഡിന് ഫ്രീഡം ഇല്ലാതെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. മോണ്ടിസോറി പറയുന്നത് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്ന് നല്ല റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതിലൂടെ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് മാറുന്നു. നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലേ ഹെൽത്തി മൈൻഡ് ഉണ്ടാകും. സ്പിരിറ്റ് ആൻഡ് ഫ്ലഷിനകത്ത് പറയുന്നത് ദ ചൈൽഡ് വാണ്ട് ടു ഡു മെനി തിങ്സ്. കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാകും, ബട്ട് നോ ഹാവ് എനർജി. പെട്ടെന്ന് ഓടാനോ ചാടാനോ അതിനൊന്നും കഴിയത്തില്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയം കോർഡിനേഷൻ കുറവായിരിക്കും. അപ്പോൾ ഹ്യൂമൻ നെർവ് സിസ്റ്റം ഡെവലപ്പ് ആകാൻ കുറേ സമയം എടുക്കും. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നെർവ് സിസ്റ്റം ഡെവലപ്പ് ആവുകയുള്ളൂ. ഹാൻഡ് മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷനകത്ത് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് മൂവ്മെന്റ്സിലൂടെയാണ്. സെൻസേഷൻ മൂവ്മെന്റ് സെർച്ച് ചെയ്യുന്നതിലൂടെ അവൻ ധാരാളം കാര്യങ്ങൾ പഠിക്കുക. ഇതിനകത്തൂടെ അവൻ്റെ മെന്റൽ പവർ ഇമ്പ്രൂവ് ചെയ്യുന്നു. മൂവ്മെന്റ് ആൻഡ് ഡിസ്കവറി. അതിനകത്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ ചൈൽഡിന് കോൺസെൻട്രേഷൻ ലഭിക്കുന്നു. മൂവ്മെന്റ് ക്രിയേറ്റ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഒരു കുട്ടികളോട് നമ്മൾ പല രീതിയിലും കഥകൾ, നമ്പർ കാർഡ് ഉപയോഗിച്ച്, ലെറ്റർ കാർഡ്, ആനിമൽസ്, ഇതൊക്കെ പിക്ചർ കാണിച്ചുകൊണ്ട് പഠിപ്പിച്ചാൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. ചൈൽഡിന് കറക്റ്റ് കോൺസെൻട്രേഷൻ കിട്ടും. ഇപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ഇപ്പോൾ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അവിടെ മൂവ്മെന്റ്സ് നടക്കുന്നു. ഇതുവഴി അവിടെ ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. മൂവ്മെന്റ്സ് ഹെൽപ്പ് മ്യൂച്വൽ അറ്റ്മോസ്ഫിയർ. ഒന്നും ചെയ്യാത്ത കുട്ടിയെ കൊണ്ട് ഇപ്പോൾ ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാൾ ചുറുചുറുക്കോടെ ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടിയാണ് ബെറ്റർ. ഓക്കെ മാം. ഓക്കെ ശാന്തി. പേടിച്ചിട്ടാണോ തോന്നുന്നു ശാന്തി സ്പീഡ് കൂടിപ്പോയി അല്ലേ? ചെറുതായിട്ട് പേടിച്ചിട്ടല്ലേ? ഇതിനെ പേടിക്കണം, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വുമൻസിനെ കുറിച്ച് ഏകദേശം ധാരണയായി. കാരണം ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴേക്കും വുമൻസ് ഒക്കെ മറന്നു പോയി എന്നാണ് വിചാരിച്ചത്. കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുമൻസ് ആൻഡ് ഡിസ്കവറി. വുമൻസിനോട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫുൾ ചാപ്റ്റർ ആയിട്ട് പറയാണ് വുമൻസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. According to Montessori, many schools use variety of ways such as visual aid, story, the capability of teachers' manners, etc. to obtain attention and concentration of children. നമ്മുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. വിഷ്വൽ എയ്ഡ് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും, പഠിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. നമ്മളൊരു കാര്യം കഥ പോലെ പറഞ്ഞു കൊടുക്കുന്നു. ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ എന്താ പറയാ ഇമേജ് കാണിച്ചു പഠിപ്പിക്കുന്നത്. നമുക്ക് ഓരോന്നും കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ, കോൺസെൻട്രേഷൻ കിട്ടാൻ നമ്മൾ ഓരോ മാർഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്. Montessori believed that for concentration to come, children must engage with materials. മോണ്ടിസോറി ബിലീവ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഈ മെറ്റീരിയൽസ് ആയിട്ട് എൻഗേജ് ആവുമ്പോഴാണ് നമുക്ക് ഈ മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുന്നത്. ഓൾവേസ് വിത്ത് മെറ്റീരിയൽസ്, നെവർ വിത്തൗട്ട് മെറ്റീരിയൽസ്. എപ്പോഴും കുട്ടികൾ മെറ്റീരിയൽസ് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. മെറ്റീരിയൽസ് ഇല്ലാതെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മറന്നു പോകും എന്നുള്ള രീതിയെ പറയുന്നത്. This materials must be an object which does not interest in abstract manner, but it must lend itself to positive activity. നമ്മളിത് കാണുമ്പോൾ, ആ മെറ്റീരിയൽസ് കാണുമ്പോൾ അത് അബ്സ്ട്രാക്ട് കറക്റ്റ് ഉള്ള മാനർ ആണോ, കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. Which the child is lead to repeat the movements again and again. വീണ്ടും വീണ്ടും ആ ഒരു ആക്ടിവിറ്റി ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഇന്റൻഷൻ തോന്നും. She further remarked that movements must have
എന്താണ് ആൻഡ് ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ. ഓരോ മൂവ്മെന്റ്സിനും അതിൻ്റെതായ ഒരു ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആൻഡ് ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേഷൻ ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആണ് എന്ത്? കോൺസെൻട്രേഷൻ. ഒരു ആക്ടിവിറ്റി നമ്മളായാലും ആദ്യം ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് പറ്റുന്നത്. ചില നമ്മൾ നേരിട്ട് ക്ലാസ് എടുക്കുന്നതും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ആദ്യം ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓരോ ബാച്ച് കഴിയുമ്പോഴും അതെന്തെങ്കിലും മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എന്താവാണ്? പെർഫെക്റ്റ് ആയിട്ട് മാറാണ്. ഞാൻ എവിടെയോ പറഞ്ഞിട്ടില്ലേ എന്താണ്? മാൻ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അടുത്ത പോയിന്റ് പറയുന്നത് മൂവ്മെന്റ്സ്, റിപ്പീറ്റേഷൻ ആൻഡ് ഡിസ്കവറി. ഒരു പ്രാവശ്യം ചെയ്തു, ഓരോ പ്രാവശ്യം ആ മൂവ്മെന്റ്സ് ചെയ്യുന്നതിലൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്തൊക്കെയാ നോക്കാം. മോണ്ടിസോറി ബിലീവ് ദാറ്റ് ഈവൻ എ ചൈൽഡ് ഹാസ് ദ thought and understand what he has learned, it is important that the child must go on repeating the same exercise again for sheer of love of it. അപ്പൊ ആ കുട്ടി പ്രാവശ്യം ചെയ്തു, നിങ്ങൾ പറയുന്ന പോലെ പിങ്ക് ടവർ ആണ്. അപ്പൊ പിങ്ക് ടവർ യൂസ് ചെയ്ത് അവൻ കൗണ്ട് ചെയ്യാൻ പഠിച്ചു. അവൻ വീണ്ടും ആ ആക്ടിവിറ്റി ചെയ്യാണ്. അപ്പൊ വീണ്ടും അവൻ എന്ത് ചെയ്തു? പിങ്ക് ടവർ യൂസ് ചെയ്തു. നമുക്കറിയാം വുഡൻ ക്യൂബ്സ് ആണ് പിങ്ക് ടവർ അല്ലെ. നമ്മൾ ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ കാർബോർഡിന്റെ അല്ലെങ്കിൽ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. വുഡൻ പീസ് ആണ്. അപ്പൊ നമുക്ക് ഈ വുഡൻ പീസ് കയ്യിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കാം. ചില ഏറ്റവും വലുതാണോ അല്ലെങ്കിൽ അത് ചെറുത് വെയിറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അവൻ ഡിസ്കവർ ചെയ്യാണ് എന്ത്? അസെൻഡിങ് ഓർഡറും അതേപോലെ വലുതിൽ ചെറുതിലേക്ക് ചെറുതിലേക്ക്. അടുത്ത പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് പിങ്ക് ടവറിന്റെ കാര്യം നോക്കുമ്പോൾ ആ കളർ അവന്റെ മനസ്സിലേക്ക് വരാണ്, പിങ്ക് കളർ വരാണ്. സോ ദെൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ, ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ അവൻ പഠിക്കണം. അപ്പൊ ഓരോ ടൈമും അവൻ ആ മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is like being introduced to a person and staying with him and enjoying the time spent with him. അപ്പൊ ആ ഒരു മെറ്റീരിയൽസ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോ അത് അവൻ കുറെ നേരം അത് ഒരുപാട് രീതിയിൽ അവൻ യൂസ് ചെയ്യും. ഞാനിപ്പോ പിങ്ക് ടവർ പറഞ്ഞില്ലേ, നമുക്കത് നമുക്ക് ഒരു പിങ്ക് ടവർ അതൊരു എന്താ പറയാ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഓർഡറിൽ വെക്കാനായിട്ട് അതിൽ നോക്കാം. നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കാം. കളർ അതിൽ നിന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റും. ദെൻ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, സ്മോൾ, ബിഗ്, ഷോർട്ട്, അതൊക്കെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടീനെ പഠിപ്പിക്കാനും പറ്റും. ഓരോ ടൈമിലും ആ കുട്ടി ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻ ഇലുമിനേഷൻ. Why it is important to repeat the same exercise again and again? വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? This is of absolute importance for mental development. നമ്മൾ ഒരു കാര്യം ചെയ്തത് പെട്ടെന്ന് മറന്നു പോകില്ലേ? ഒരു പ്രാവശ്യം നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തു എന്ന് വിചാരിക്കുക, അത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ഇത് ഞങ്ങളുടെ കാര്യമാണെങ്കിൽ തന്നെ ഇത് നമ്മളത് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ പറയാ ഒരു ആക്ടിവിറ്റി മോണ്ടിസോറിയിൽ പല മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ഞങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. പിന്നെയും അത് റീകോൾ ചെയ്തെടുക്കാനായിട്ട് ടൈം എടുക്കും. സോ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതേ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും? നമ്മുടെ ഓർമ്മയിൽ അതൊരു ഉണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത കാര്യമായിരിക്കും, ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യമായിരിക്കും മറന്നു പോകാത്തത്. ഒരുപാട് പ്രാവശ്യം ചെയ്ത കാര്യം മറന്നു പോകില്ല. ഓക്കെ, നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് സ്റ്റോർ ചെയ്യാണ്. ഇലുമിനേഷൻ നമ്മളൊരു പ്രകാശമാണ്, അത് നമ്മളുടെ മൈൻഡിലൊക്കെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ മെന്റൽ ഡെവലപ്മെന്റ്. മെന്റൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആഫ്റ്റർ much recurrence suddenly comes as a mental illumination. നമ്മളുടെ മൈൻഡിന് ഒരു പ്രകാശം, അല്ലെങ്കിൽ നമുക്ക് മൈൻഡിനൊരു പ്രകാശം കൊടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി മോണ്ടിസോറി എക്സ്പ്ലോഷൻ, സ്ഫോടനങ്ങളാണ്
നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Montessori states that outward evidence of inborn mental growth reveals itself with an almost explosive violence. നമുക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഡിസ്കവർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് എക്സ്പ്ലോഷൻ, നമ്മളുടെ ആ ഒരു വയലൻസിന്റെ എക്സ്പ്ലോഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. She said that the experience are common that they are called in Montessori explosion. നമ്മൾ എക്സ്പീരിയൻസ് വീണ്ടും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാണ്, വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാണ്. സോ ഒരു മോണ്ടിസോറി എക്സ്പ്ലോഷൻ ഉള്ളൊരു തീം അവിടെ വരാണ്. ഞാൻ മലയാളം പറയാട്ടോ. എക്സാമ്പിൾ സച്ച് എക്സ്പ്ലോഷൻ ആ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, നമ്മൾ മോണ്ടിസോറിയിലെ കുട്ടികളെ നമ്മള് എന്ത് ചെയ്യുന്നില്ല, കൈ പിടിച്ച് എഴുതിപ്പിക്കുന്നില്ല. റൈറ്റിംഗ് ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ റൈറ്റ് ചെയ്യുന്ന പോലെ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൈ പിടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, എഴുതിക്കുന്നില്ല. പക്ഷെ അവനെ കൊണ്ട് നമ്മൾ ആൽഫബറ്റ്സ് ടച്ച് ചെയ്ത് നോക്കി പഠിപ്പിക്കുന്നുണ്ട്. എ എന്ന് പറയുമ്പോൾ അവൻ ടച്ച് ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന സാൻഡ് പേപ്പറിന്റെ ആൽഫബറ്റ്സ് ആണ് അവൻ ടച്ച് ചെയ്ത് പഠിക്കുകയാണ്. സോ ഇവിടെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കൈ പിടിച്ച് എഴുതിപ്പിക്കാതെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് പഠിച്ചോളും. അത് ഓട്ടോമാറ്റിക്കലി അവരത് എങ്ങനെയാണ് പേര് പിടിക്കേണ്ടതെന്നുള്ളതും എങ്ങനെ അത് പോയിന്റ് ചെയ്യണമെന്നുള്ളതും എങ്ങനെ എഴുതണം എന്നുള്ളതും കുട്ടികൾ തന്നെ എന്ത് ചെയ്തോളും, പഠിച്ചോളും. ഒരു മോണ്ടിസോറി എക്സ്പോഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്ന കുറെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ ഒരുപാട് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു റൈറ്റിംഗ് ടാബ്ലറ്റ്സിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആൻഡ് പ്രീ റൈറ്റിംഗ് ബോർഡ്സുകളുണ്ട്. അപ്പൊ അത് ആ പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ ഒരു പെൻ പോലെ സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് ഞാൻ പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ആ മാച്ച് ഒന്ന് എടുത്തരാം. ഇതേപോലത്തെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. നമ്മൾ കുട്ടികൾ ആദ്യം എഴുതുന്നതിന് മുമ്പ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കുറയുണ്ട്. അപ്പോൾ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് നമ്മളെ കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആൽഫബറ്റ്സിന്റെ ഉണ്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. സോ വീണ്ടും വീണ്ടും നമ്മളത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും, അത് നമ്മൾ കൈ പിടിച്ച് അവരെന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു എന്താ പറയാ ആ ഒരു കാര്യം അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, സംഭവിക്കുകയാണ്. ഒരു മിനിറ്റ് കേട്ടോ. വയലൻസ് അല്ലേ? ഓക്കെ, എക്സ്പ്ലോസീവ് വയലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഉൾവിളിയായിരിക്കും മക്കളെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ടൊരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, എന്ന് വെച്ചാൽ എഴുതിപ്പിക്കുക. ഭയങ്കര ടഫായിട്ടുള്ള കാര്യമല്ലേ. അവരിവിടെ ഉദ്ദേശിക്കുന്ന അവർ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു എന്താ പറയാ, അവരത് പിടിച്ചെടുക്കും. എന്നുവെച്ചാൽ അവര് ഓട്ടോമാറ്റിക്കലി അത് എഴുതി തുടങ്ങും. കുട്ടികൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്ത് തുടങ്ങും, എന്താ പറയാ, കുറച്ച് ഒരു അവർ തന്നോട്ട് തന്നെ നമ്മളോട് ഡിമാൻഡ് ചെയ്ത് തുടങ്ങും, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്കത് എഴുതണം എന്നുള്ള കാര്യം. കണക്റ്റഡ് ആയിട്ട് അല്ലേ, മൂവ്മെന്റും മെന്റലും മൂവ്മെന്റും കൂടെ കണക്റ്റഡ് ആയിട്ടല്ല അവർ എഴുതാൻ തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അതെ എടാ, അതില്ലേ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ആൽഫബറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നൊക്കെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകളാണ് കുട്ടികൾ യൂസ് ചെയ്യുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണല്ലോ. ആൽഫബറ്റ്സിന് ഉണ്ട് ഉണ്ടായിരുന്നു, തോന്നുന്നില്ല ഇപ്പൊ. ആൽഫബറ്റ്സിന് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ അവർ യൂസ് ചെയ്യണല്ലോ.
ഓക്കെ, ഇതൊരു ബോർഡാണെന്ന് വിചാരിക്കുക. ആ ഒരു പെൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ആൽഫബറ്റ്സ് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യാനായിട്ട് ശീലിക്കും? ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വെച്ച് തന്നെ യൂസ് ചെയ്ത് അവർ ഓട്ടോമാറ്റിക്കലി അത് എഴുതിക്കോളും. അവരുടെ എക്സ്പ്ലോസീവ് വയലൻസ് എന്ന് പറയുന്നത് ആ ഒരു വയലൻസ് ആക്രമണം, ആ ഒരു മീനിങ് അല്ല ഇവിടെ വരുന്നത്. അവരുടെ ഉൾവിളിയാണ്, മനസ്സിൽ നിന്നുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആ ഒരു ഈ ഒരു നമ്മൾ ചെയ്യണം എന്ന്, ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ആ ഒരു ആക്ടിവിറ്റി അവൻ ഡിമാൻഡ് ചെയ്യും നമ്മളോട്. അവൻ എഴുതണം, അവന് റീഡ് ചെയ്യണം, അവൻ റൈറ്റ് ചെയ്യണം. ഇത് റൈറ്റിംഗ് ആണ്. ഒരു കുട്ടി വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മോണ്ടിസോറിയിൽ വരുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അത് എഴുതുകയാണ് അവൻ ചെയ്യുന്നത്, റൈറ്റ് ചെയ്തിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ആ ഒരു മീനിങ് ആണ് ശരിക്കും അവിടെ വരുന്നത്. നമ്മൾ സാധാരണ മീനിങ് അല്ലാണ്ട് വരുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടർ എവിഡൻസ് വെച്ചിട്ട് ആ മെന്റലിറ്റി നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കുട്ടിയുടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഈ ഒരു വയലൻസ്, എന്തിനോടുള്ള മെറ്റീരിയൽസ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വയലൻസ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവന് മെന്റൽ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ദീസ് എക്സ്പീരിയൻസ് ആർ കോമൺ, that they are called Montessori explosion. ഈ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ അവര് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുള്ള ഒരു എക്സ്പീരിയൻസ് കോമൺ ആണ്. മോണ്ടിസോറി എക്സ്പ്ലോഷൻസിന്റെ ഒരു കാരണമാണ് ഈ പറഞ്ഞതെല്ലാം. എക്സാമ്പിൾസ് ഓഫ് സച്ച് എക്സ്പ്ലോഷൻസ് ആർ റീഡിങ് റൈറ്റിംഗ്സ്. റീഡിങ് റൈറ്റിംഗ്സ് ഒക്കെ കുട്ടികളിൽ വരുന്ന ഒരു എക്സ്പ്ലോഷന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കോമൺ ആയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുട്ടികളിൽ എന്ത് വരാണ്? അവരെ ഓട്ടോമാറ്റിക്കലി ആൽഫബറ്റ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുമ്പോൾ എ ബി സി ഒക്കെ അവര് ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് ശീലിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരാണ്? ചെയ്യണം, ഇതിങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഇത് വരാണ് അവരുടെ മൈൻഡിലേക്ക് വരാം. ഇമേജ് എടുത്തിട്ട് കാണാൻ പറ്റത്തില്ല. നെക്സ്റ്റ് പറയുന്നത് ദ മെറ്റീരിയൽസ് ആർ ദ ഗേറ്റ്വേ ആസ് ദ ഗേറ്റ്വേ ടു ന്യൂ ഡിസ്കവറീസ്. പുതിയ ഡിസ്കവറീസ്, ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ്, ഒരു മാർഗമാണ് എന്ത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മൈ ചിൽഡ്രൻസ് ആർ അഡ്വൈസ്ഡ് ടു യൂസ് ഈച്ച് മെറ്റീരിയൽസ് ഇൻ എ പർട്ടിക്കുലർ വേ. നമ്മൾ കുട്ടിയോട് ആ മെറ്റീരിയൽസ് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാണ്, പിങ്ക് ടവർ ഇല്ലേ, നിങ്ങൾ ഇങ്ങനെ ബിൽഡിംഗ് പോലെ സാധാരണ കാണുന്ന പോലെ ഇങ്ങനെ ടോപ്പായിട്ട് ബിൽഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും എന്താണ് വലുത് താഴെ വെക്കണം, അതിന് മേലെ ചെറുത് അടുത്ത, അങ്ങനെ അസെൻഡിങ് ഓർഡർ, അങ്ങനെ ഓർഡറിൽ അത് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ചെയ്യാണ് വേറൊരു രീതി, അവൻ പാരലായിട്ട് ചെയ്യാണ്, വലുതിൽ നിന്ന് ഞാൻ ചെറുതിലേക്ക് അവൻ പാരലായിട്ട് ചെയ്യാണ്. അപ്പൊ ഒരു മെറ്റീരിയലിൽ തന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കവർ ചെയ്യുന്നുണ്ട്. While the children are advised to use each of the materials in a particular way, it is often exposed by the children to new way to use the materials. ചിലപ്പോൾ അവരായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ, നമുക്ക് മെറ്റീരിയൽസ് ഇങ്ങനെ യൂസ് ചെയ്യാലോ എന്ന് നമ്മളോട് കുട്ടികൾ പറഞ്ഞു തരാറുണ്ട്. In this way, the children's will be leads to discover new facts. പുതിയ ഫാക്ട്സ് അവർ ഡിസ്കവർ ചെയ്യും, പുതിയ റിലേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യും, പുതിയ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയാണ്. അത് ഇങ്ങനെ രീതിയിൽ നമുക്ക് സാധാരണ മെറ്റീരിയൽസ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങള് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇല്ലേ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേര് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൽഫബറ്റ്സ് മാത്രമല്ല അത് പഠിക്കുന്നത് എന്താണ്, നമുക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് അത് വെച്ചിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ മൊമെന്റ്സ് ആൻഡ് ഡിസ്കവറിൽ ലാസ്റ്റ് പറയുന്നത് 5 കാര്യങ്ങളാണ് നമ്മൾ മൊമെന്റ്സിൽ നിന്ന് ഡിസ്കവർ ചെയ്യുന്നത്. ഒന്ന് കോൺസെൻട്രേഷൻ ആണ്. ഓരോ കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. സഡൻ ഇലൂമിനേഷൻ, അവൻ ഒരു എക്സസൈസ് തന്നെ വീണ്ടും ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഒരു ഇലൂമിനേഷൻ, പ്രകാശം സംഭവിക്കുന്നുണ്ട്. പ്രകാശം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, തെളിച്ചം, ഒരു ബൾബ്, ട്യൂബ് ലൈറ്റ് കത്തി അല്ലെങ്കിൽ ഒരു ബൾബ് കത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. പിന്നെ മോണ്ടിസോറി എക്സ്പ്ലോഷൻ ആണ്. എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് അവരുടെ മൈൻഡില് അവനെ കൊണ്ട് എഴുതി തുടങ്ങാം, റീഡ് ചെയ്ത് തുടങ്ങാം, റൈറ്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ള കാര്യങ്ങൾ അവരുടെ മൈൻഡിലേക്ക് അത് വരാണ്.
പിന്നെ മോണ്ടിസോറി നമ്മുടെ മെറ്റീരിയൽസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു മാർഗം, ഒരു കവാടം ആയിട്ട്. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സോ ഈ 5 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. റിക്കറൻസ് എന്ന് പറയുന്ന വേർഡ് എവിടെ, ഏത് പോയിന്റിലാ തന്നെ? 3rd പോയിന്റ് ആണ് മാം. സഡൻ ഇല്ലുമിനേഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കണ്ടു. അത് റിപ്പീറ്റേഷന്റെ മറ്റൊരു മീനിങ് ആണ് കേട്ടോ. റിക്കറൻസ് എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുക. നമ്മള് എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ചെയ്യുക. സഡൻലി കംസ് എ മെന്റൽ ഇല്ലുമിനേഷൻ. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മളത് ആദ്യം തെറ്റിപ്പോവും, വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും, സഡൻ ആയിട്ടുള്ള മെന്റൽ ഇല്ലുമിനേഷൻ കിട്ടുന്നു എന്നുള്ള മീനിങ് ആണ്. ഇലൂമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറഞ്ഞാല് നമുക്കൊരു ഐഡിയ കിട്ടുന്നു, ഒരു കാര്യം നമുക്ക് ക്ലിക്ക് ആവുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ക്ലിക്കായിട്ടാ, അതൊക്കെയാണ്, അത് ക്ലിക്കായി, അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഇലൂമിനേഷൻ.
ഓക്കെ, ഫോർത്ത് പോയിന്റിൽ മോണ്ടിസോറി എക്സ്പ്ലോഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മള് മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ എന്താ പറയാ കുറച്ച് മോണ്ടിസോറി എക്സ്പ്ലോഷൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മളിവിടെ കുട്ടികളെ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, കൈക്ക് എടുത്ത് പിടിച്ചെഴുതി പഠിപ്പിക്കുന്നില്ല സ്ട്രിക്റ്റ് ആയിട്ട്. പക്ഷെ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ റൈറ്റിംഗ് ബോർഡുകൾ യൂസ് ചെയ്ത് അവരെങ്ങനെയാണ് ഒരു പെന്നിൽ പിടിപ്പിക്കേണ്ടത്, പെൻ എങ്ങനെ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം, അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവരായിരിക്കും, കുട്ടികൾ തന്നെയായിരിക്കും ഒരു പെന്ന് യൂസ് ചെയ്ത് ആദ്യം ഒരു ആൽഫബറ്റ്സ് എഴുതുന്നത്, ഇപ്പോൾ ഷേപ്പ് വരയ്ക്കുന്നത്. നമ്മളിവിടെ കമ്പൽസറി ആയിട്ട് അവർ കൈ പിടിപ്പിച്ച് ഒരു ടെക്നോളജി ഇങ്ങനെയായിരുന്നു, പഴയൊരു ട്രെൻഡ് ഇങ്ങനെയായിരുന്നു, അമ്മമാര് കൈ പിടിച്ച് ഇങ്ങനെ കൈ പിടിച്ച് എഴുതിപ്പിക്കും. തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പൊ കൈക്കിട്ട് അടി കൊടുക്കും. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അവരെ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവരെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് ഇന്നത് കാര്യത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് വെച്ച് നമ്മൾ ടച്ച് ചെയ്ത് അതിന്റെ ഷേപ്പ് പഠിക്കുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തിട്ട് വുഡിന്റെ തന്നെയാണ് പെൻസിൽ പോലത്തെ ഒരു വുഡ് പീസ് ഉണ്ടാവും, അത് യൂസ് ചെയ്ത് ഇങ്ങനെ ആൽഫബറ്റ്സ് എഴുതാം എന്നുള്ളത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അവർ തന്നെയായിരിക്കും ഒരു ചോക്ക് എടുത്ത് അല്ലെങ്കിൽ പെൻ എടുത്തിട്ട് അവർ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് എഴുതി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് മൊമെന്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഞാൻ പാർട്ട് 3 എത്ര ചാപ്റ്റേഴ്സ് എടുത്തത്, 3 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു അല്ലെ. മൊമെന്റ്സ് അടക്കം 3 ചാപ്റ്റേഴ്സ് എടുത്തു. ഫസ്റ്റ് എടുത്ത ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. എങ്ങനെയാണ് നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്, എങ്ങനെയാണ് ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ്, ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡിന്റെ കാറ്റഗറീസ് പറഞ്ഞു. ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് നോർമലൈസ്ഡ് ആക്കുന്നത് എങ്ങനെയാണ്, ത്രൂ വർക്കിങ്ങിലൂടെയാണ്. നമ്മൾ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യിക്കുന്നതിലൂടെയാണ് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. നമ്മൾ മൂവ്മെന്റ്സിലൂടെയാണ് നോർമലൈസേഷൻ പോസിബിൾ ആക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മൂവ്മെന്റ്സ്. നോർമലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്, മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോർമലൈസേഷനിലൂടെ മൂവ്മെന്റ്സിലൂടെ കുട്ടികളെ എന്ത് ചെയ്തു, എന്താണ് നോർമലൈസ്ഡ് ആക്കി മാറ്റി. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പേരാ പറയുന്നത്, സൊസൈറ്റി ഓഫ് സൊസൈറ്റി ഓഫ് കൊഹിഷൻ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയുന്നുണ്ട്. നല്ലൊരു കെട്ടുറപ്പായിരിക്കും. ആ കുട്ടികൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി ഷെയറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. നല്ലൊരു നല്ല ഷെയറിങ്, മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടികളെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വാർത്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, എനിക്കറിയാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റേഴ്സ്. സോ ഇനി ഞാൻ എടുക്കുന്നത് പാർട്ട് 4ലാണ് കേട്ടോ. പാർട്ട് 4 ചാപ്റ്റേഴ്സിലേക്ക് മൂവ് ആവുകയാണ്. ഞാൻ അതിക്ക് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഫുള്ള് തീർന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒന്ന് ചോദിക്കുന്നതാണ്. എനിക്ക് ഈ ഫസ്റ്റ് പാർട്ട് മൊത്തം തീർന്നു അല്ലേ? അതെ മാം, കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് മൊത്തം കഴിഞ്ഞു. ഈ സെക്കൻഡ് പാർട്ടോ, പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയില് അതില് സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടില്ല. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തിട്ടില്ല. 5ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ല. ഇല്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തിട്ടില്ല. പിന്നെ 7, 8, 9, 10 അതൊന്നും എടുത്തിട്ടില്ല. അതില് സൈക്കോളജി ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നു. നീഡ്സ് എടുത്തോ? എഡ്യൂക്കേഷണൽ ഇല്ല മാം, നീഡ്സ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. 7, 8, 9, 10 അതൊന്നും എടുത്തിട്ടില്ല മാം, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എടുത്തിട്ടില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തിട്ടില്ല. ആണോ? 7ാമത്തെ ചാപ്റ്റർ എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തിട്ടില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് മാർക്ക് ചെയ്തിരിക്കാൻ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. എനിക്ക് കൺഫേം ചെയ്യാനായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത്. ഓൺലി 1, 3, 4, 6 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ളൂ. അതെ മാം. ഒരു മിനിറ്റ്, അതിലായിരുന്നു ഇത്രയും ചാപ്റ്റേഴ്സ് എടുത്തിട്ടില്ല. ഓക്കെ, ദെൻ
മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഞാൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതെ മാം. ജിഷ് ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? ഇല്ല, മോണ്ടിസോറി മറിയ മോണ്ടിസോറിയുടെ ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ ഷെറീന മാം എടുത്തിട്ട് പകുതിയിൽ നിർത്തി വെച്ചിരിക്കുകയാണ്, പിന്നെ അത് എടുത്തിട്ടില്ല. ഇപ്പൊ നമുക്ക് എടുക്കുന്നത് ഒരു ഔട്ട് ഓഫ് സിലബസ് ചാപ്റ്റർ PFA എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അത് എടുത്തിട്ട് ഓക്കേടാ. അപ്പൊ നമ്മൾ എടുക്കാത്ത ചാപ്റ്റേഴ്സ് 5 ഉണ്ട് പാർട്ട് 2. മിക്കവാറും ഞാൻ പാർട്ട് 2 ഇനി അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നേട്ടാ. ഞാൻ ചോദിക്കട്ടെ മിസ്സുമാരോട് ചോദിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അതിന് എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ എന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നിട്ടൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ട് പാർട്ട് 4 മൂവ് ആവുള്ളൂ. കാരണം പാർട്ട് 4 ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് തീരും. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. എടാ, എനിക്ക് ഒരു കാര്യം കൂടി നോക്കണം. പോർഷൻസ് തീരുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണം. അല്ലെങ്കിൽ നമുക്കത് ചാപ്റ്റർ തീർന്നില്ലെങ്കിൽ നമുക്കായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, പോർഷൻ തീർന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തീർന്നില്ല എന്നുള്ളത്. സോ ഞാൻ നെക്സ്റ്റ് ഡേ മൂവ് ആയിക്കോളാം ഈ ചാപ്റ്റേഴ്സിലേക്ക്. ഓക്കെ, ഞാൻ മാക്സിമം തീർക്കാനായിട്ട് നോക്കും. എന്നിട്ട് നമ്മൾ 4th പാർട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. ഓക്കെ, ചാപ്റ്റേഴ്സ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പാർട്ട് 4ലേക്ക് 3ലേക്ക് പോകില്ലായിരുന്നു. പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ചില ആൾക്കാർ ഇന്റർവ്യൂവിൽ അത് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. മാം, എനിക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. ഓക്കേടാ, അപ്പൊ അത് ഹെൽപ്ഫുൾ ആയി, എടുത്തത് നന്നായി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ ഹെൽപ്പ് ആയില്ല ഒരാൾക്കെങ്കിലും, അത് നന്നായി. അപ്പൊ മറന്നു പോകരുത്, നമ്മൾ ആ 3 ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. ഞാൻ ടൈം ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്തോളാം. എനിക്ക് ഓക്കെ. നിങ്ങൾ പ്ലേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ജയദേവ് സാറിന് ഇൻഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. എന്താണ് മാം? അല്ല, നമ്മുടെ കൂട്ടത്തില് പക്ഷേ പ്ലേസ്ഡ് ആയിട്ടുണ്ടല്ലോ നമ്മുടെ MT18 ഒഫീഷ്യൽ ഗ്രൂപ്പില്. മനസ്സിലായില്ല അർച്ചന? വാട്സപ്പ് നമ്പറിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ പേരും. വാട്സപ്പ് നമ്പർ നമ്മുടെ MT18ന്റെ ഫീസ് അടയ്ക്കുന്ന വാട്സപ്പ് അക്കൗണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേരും പ്ലേസ് ആയിട്ടുള്ള സ്കൂളിന്റെ പേര്, ഫോട്ടോ ഒക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഫസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോ അന്ന് തന്നെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് തിരക്കിയത്. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി റെസ്ലിനൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അവരുടെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പ്ലേസ്ഡ് ആയിട്ടാണെങ്കിൽ ഇവിടെ പറയും, ഇൻഫോം ചെയ്യണം. പിന്നെ കുറെ കാര്യങ്ങള് നിങ്ങൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് മാനുവലിന്റെ ആ ഒരു ഫോർമാറ്റ് അതൊക്കെ എടുത്തോ. ടൈം ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ സിന്ധു, കാണിച്ചോടാ. സാൻഡ് പേപ്പർ അല്ലേ? സിനു ആണ്. സിനു ആണ്. ഓക്കേടാ. കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. ഞാനിങ്ങനെ ചെയ്തത്. തിരിച്ചു വെച്ചു. പിന്നെ ആൽഫബറ്റ്സ് ഇങ്ങനെ ചെയ്തു. അതായത് നമുക്കിനി ഇപ്പൊ പ്രാക്ടിക്കലിനായാലും പോവണ്ട വന്നാൽ ഇത് കൊണ്ടുപോവാലോ. അപ്പൊ കട്ട് ചെയ്ത് നമ്മുടെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട്, പക്ഷെ കട്ട് ചെയ്താൽ എന്റെ തയ്യൽ വിഷയത്തിന്റെ കത്രികയുടെ മൂർച്ച പോയി. രസ്ന പറഞ്ഞതായിരുന്നു തുടങ്ങണേക്കായി മുമ്പ് നീ അത് കട്ട് ചെയ്യരുത്, കത്രിക പോകൂന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവള് പറഞ്ഞത് കേട്ടില്ല. എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഭയങ്കര പാടാണ്. ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കില്ല ഒന്നും കൂടി. സാൻഡ് പേപ്പറിൽ ഇനിയിപ്പോ തുണി കട്ട് ചെയ്തെങ്കിൽ മൂർച്ച വയ്ക്കാൻ കൊടുക്കണം. രസ്ന പറഞ്ഞാണ് ആദ്യം അവൾ ചെയ്തപ്പോ മെസ്സേജ് അയച്ചാണ് നിങ്ങളെ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ
നമുക്ക് ഒന്നും കൂടി ഒരാൾ പറയുമ്പോൾ നമ്മൾ വില കൊള്ളൂലല്ലോ. ഓക്കെ, എനിക്കറിയാം സാൻഡ് പേപ്പർ കട്ട് ചെയ്ത കുറച്ച് പാടാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗിൽറ്റൻ പേപ്പർ നിങ്ങൾ തന്നെയല്ലേ ഗിൽറ്റൻ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് മാം അത് കുറച്ച് നമ്മൾ ഈ തൊട്ട് കഴിയുമ്പോ അതിന്റെ ഗിൽറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ പേപ്പർ പോലെയായി. പിന്നെ അതിൽ നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ തൊട്ടാലൊരു ഇത് മനസ്സിലാവില്ല. കുട്ടി ഇപ്പൊ പ്ലേ ക്ലാസ്സിൽ പോണാണ്, അവനിക്ക് ആകെ അവൻ പഠിച്ചേക്കണ മമ്മി ലെറ്റർ എ ആണ്. അതവൻ കറക്റ്റ് ആയിട്ട് അതിക്കൂടെ ഇങ്ങനെ വരക്കും കറക്റ്റ് ആയിട്ട്. അവനിങ്ങനെ ഞാൻ ഇപ്പൊ ഇതിൽ വെച്ചിട്ടാണ് ഇനിയിപ്പോ ഇപ്പൊ മാമിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഇന്നലെ ഇത് ചെയ്തത്. അവൻ ഞാൻ മെസ്സേജ് അയച്ചപ്പോ മാം തന്നെ പറഞ്ഞു അത് ഹെൽപ്ഫുൾ ആണ്. അവരുടെ ബുക്കിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ചു വിട്ടിട്ടുണ്ട്. സാധാരണ അവര് ഒട്ടിച്ചിരുന്നത് മറ്റേ പ്രിന്റ് എടുത്താണ് കൊടുത്തു വിട്ടേക്കണം അവരുടെ നോട്ട്ബുക്കില്. പക്ഷെ മാം പറഞ്ഞ വെച്ചാൽ ഇത് ഉപകാരമാണ്. അപ്പൊ അവനിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ പറഞ്ഞു. ഓക്കെ, ഇത് അമ്പിളിയുടെ കണ്ടോണ്ടിരിക്കണേ കേട്ടോ. അമ്പിളി നന്നായിട്ടുണ്ട് കേട്ടോ. അമ്പിളി കിച്ചൺ പേപ്പറാണ്. ഓക്കേടാ. നമ്മളുടെ കാണാം. ഇതെന്താ കിച്ചൺ പേപ്പറാണോ? തന്നെയാ. ഓക്കേടാ. നമ്മളിപ്പോ എന്തൊക്കെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു? സ്റ്റാൻഡേർഡ് പേപ്പർ ന്യൂമറിക്കൽസും ആൽഫബറ്റ്സും കഴിഞ്ഞു, പിങ്ക് ടവർ കഴിഞ്ഞു, ഫ്രെയിം കഴിഞ്ഞു. ഈ 3 ആക്ടിവിറ്റീസ് അല്ലേ ചെയ്തിട്ടുള്ളത്? മാം ഇത് ഗിൽറ്റ് പേപ്പർ തന്നെയായിട്ടുള്ളൂ മാം, അതാ ചോദിച്ചത്. ഗിൽറ്റ് പേപ്പർ തന്നെയല്ലേ ചോദിച്ചതാണ്. ഈ 3 ആക്ടിവിറ്റീസ് അല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. 4ാമത്തെ ആക്ടിവിറ്റി നാലാമത്തെ ആക്ടിവിറ്റി തരട്ടെ? ഓക്കെ മാം. ഒരു മാസം കഴിഞ്ഞാൽ ജോലിക്ക് പോയി തുടങ്ങും, സമയം ഉണ്ടാവില്ല. അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും തന്നെ. ആൽഫബറ്റ്സ് എ, അതേപോലെ തന്നെ സ്മോൾ ലെറ്ററിന്റെ എ. ദെൻ ഒരു ആൽഫബറ്റ്സിന്റെ എ ഫോർ ആപ്പിളിന്റെ ഒരു ഇമേജ് കൊടുക്കാം. ദെൻ ബി എന്ന് പറയുന്നത് ചാർട്ടിലാണ്, ഫുൾ ചാർട്ടിൽ ചെയ്യണം. ഓക്കെ, ബി ഫോർ സ്മോൾ ലെറ്റർ ബി. ദെൻ എന്ത് ചെയ്യാം, ഇത് എഴുതിയാൽ മതി. ഓക്കെ, എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ സാൻഡ് പേപ്പർ അല്ല സാധാരണയായിട്ട് എഴുതിയിട്ട് അത് ഇമേജും കൂടി റേസ് ചെയ്യണം. ഓക്കെ അല്ലേ മാം? ഒന്ന് ചോദിച്ചോട്ടെ, എ ഫോർ ആൻ ആപ്പിൾ എന്ന് എഴുതിയിട്ട് പിക്കൊട്ടിക്കാനോ? എന്നുള്ള ആൽഫബറ്റ്സ് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററും എന്നുള്ള സ്മോൾ ലെറ്റർ എഴുതാം. ദെൻ ഈക്വൽ കൊടുത്തിട്ട് അതിന്റെ തന്നെ അടുത്ത് തന്നെ ഒരു ആപ്പിളിന്റെ ഇമേജ് കൊടുക്കുക. അതിന് താഴെ ആപ്പിളിന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? മനസ്സിലായോ? കാണുന്ന പോലെ അല്ലേ? സംശയം ചോദിക്കുന്നേ. ഞാനിപ്പോ എഫ് എന്നുള്ള ഒരു അക്ഷരം ഞാൻ കാട്ടിത്തരാം. അപ്പൊ നമ്മളാ എന്താ പറയണേ, ഇത് ഞാൻ ക്ലിയർ അല്ലടാ. ഞാനെന്നാ ഹലോ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? പറയുന്നോടാ. ഞാനിവിടെ ഒരു നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇത് മാമിന് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇതിന്റെ ബാക്കില് എന്തോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, വായിക്കൊന്നും കേൾക്കുന്നില്ല. അപ്പോഴോ? ഓക്കെ, ജസ്റ്റ് നമുക്ക് നാളെ നോക്കാം. മോനെന്താ പറയുന്നത്? നാളെ നോക്കാം കേട്ടോ. അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് കാണിക്കും മാം. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റീസിന്റെ. മാം അവള് അമ്പിളി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പോ എ എന്ന് പറയുന്ന ഇപ്പൊ ഒരു കാർഡിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെയാന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കിൽ ഇപ്പൊ ഇസഡ് ആണെങ്കിൽ ഇസഡിന്റെ സീബ്രയുടെ ഫോട്ടോ ഒട്ടിച്ചാൽ മതിയോ എന്നാണ് അമ്പിളി ചോദിച്ചതെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ ചെയ്താലും മതി. പക്ഷെ നമുക്ക് അങ്ങനെയും ചെയ്തു, പിന്നെ ഒരു ചാർട്ടിലും കൂടി ചെയ്തു. അപ്പൊ ഒരെണ്ണം ചെയ്യണല്ലേ നല്ലത്. അതല്ലട കാര്യം, നല്ലത്. പക്ഷെ മാം, ഈ ലെറ്റർ കാർഡിന്റെ ബാക്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാലേ നമുക്കത് പ്ലേസ് ചെയ്ത് കാണിക്കാൻ കുട്ടികൾക്ക് പ്രയാസമായിരിക്കും.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാല്. ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് ഒരു ഡബിൾ ടേപ്പ് ബാക്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് അത് ചാർട്ടിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ബാക്കിൽ ഈ പിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, അതാണ് ട്രേസ് ഞാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇതേപോലെ നമുക്ക് കിട്ടും, വാങ്ങിക്കാനൊക്കെ മാം ഇത് കിട്ടും. നമ്മുടെ LKG UKG പഠിക്കുന്ന ഇപ്പൊ LKGയിലേക്ക് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കയ്യിൽ ബുക്കിന്റെ കൂടെ ഒരു ഫ്ലാഷ് കാർഡ് കിട്ടും. അത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും എവിടെയാന്ന്. ആ ഫ്ലാഷ് കാർഡ് ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ എയുടെ ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ആപ്പിളിന്റെ ഉണ്ട്. അത് ഇവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുവാണ്, ഇവർക്ക് നമുക്ക് തന്നു വിടാണ്. അതായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചാണ്. അത് അങ്ങനത്തെ ഉണ്ട്, സത്യകാലത്തെ മെറ്റീരിയൽസ് ഉണ്ട്. A ഫോർ ആപ്പിൾ അങ്ങനത്തെ കാർഡുകൾ കിട്ടുന്നുണ്ട്. ഇത് നമ്മള് ചാർട്ടിൽ ചെയ്യാൻ പറയുന്നത് വൈവേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങൾ മെറ്റീരിയൽസ് റെക്കോർഡ്, അതിനൊപ്പം തന്നെ നമ്മുടെ മോണ്ടിസോറി കുറച്ച് മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് ഓരോന്ന് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് വരഞ്ഞാ മതിയല്ലോ മാം ചാർട്ടില്? വരച്ചാൽ മതി. ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പൊ ചില പിള്ളേരൊക്കെ വരച്ചിട്ട് നല്ല ഇതേപോലെ ചെയ്താൽ പോരെ മാം? അപ്പൊ ഇതിന്റെ ഡേറ്റ് എപ്പോഴാണ് മാം? ഡേറ്റ് അടുത്ത ആഴ്ച, ആൽഫബറ്റ്സിന്റെ അടുത്ത നെക്സ്റ്റ് വീക്ക്. എന്താണ് നെക്സ്റ്റ് വെനസ്ഡേ ആണോ? നെക്സ്റ്റ് വെനസ്ഡേ. ഓക്കെ, അപ്പോ ആൽഫബറ്റ്സിന്റെ പിക്ചർ ഒട്ടിക്കാൻ പറ്റാത്തവര്, വരയ്ക്കാൻ പറ്റാത്തവര്, ഇമേജസ് വരയ്ക്കാൻ പറ്റാത്തവർ ഒട്ടിച്ചു. ഞാൻ ഭയങ്കര മടിച്ചു, എനിക്ക് വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല, ഞാൻ ഒട്ടിക്കാറാ ചെയ്യാറ്. ഓക്കെ, അപ്പൊ എന്തായാലും വരയ്ക്കാൻ പറ്റുന്നവർ വരച്ചോ, അത് നല്ലതാണ്. കാരണം വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണിക്കാലോ. ഇത് ആദ്യം ആൽഫബറ്റ്സിന്റെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഞാൻ ന്യൂമറിക്കൽസിന്റെ തരാം. അത് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കാം. ഓക്കെ അല്ലേ? സൈനോട്ട് പറഞ്ഞു. ഞാൻ പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പാണ്. നിറയാൻ കാത്തു നിൽക്കുന്ന കുടമല്ല കുട്ടികൾ, മറിച്ച് കൊളുത്താൻ കാത്തു നിൽക്കുന്ന അഗ്നിയാണവർ. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാഹിത്യകാരൻ ഫ്രാങ്കോയിസ് റബലൈസിന്റെ പ്രശസ്തമായ വാക്കുകളാണിത്. തീറ്റ നൽകുന്നത് പോലെ ജ്ഞാനം ഓരോന്നോരോന്നായി അവനിൽ കുത്തിവെക്കുകയല്ല വേണ്ടത്, മറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള മരുന്ന് നൽകുകയാണ് ചെയ്യേണ്ടത്. AD 1-ാം നൂറ്റാണ്ടിലെ തത്വചിന്തകനായിരുന്ന ബ്ലൂട്ടാർ കുറച്ചുകൂടി വ്യക്തമായി ഈ ആശയം വിശദീകരിക്കുന്നുണ്ട്. താങ്ക് യു ഓൾ.